ലോക ബ്രെയിലി ദിനം. ലോക ബ്രെയിലി ദിനം എന്ന് പറയുന്നത് ജനുവരി 4-നാണ്. ലോക ബ്രെയിലി ദിനം ജനുവരി 4. ലോക ബ്രെയിലി ദിനം എന്നാണ് ജനുവരി 4-നാണ്. ഫിഡെ ലോക റാങ്കിങ്ങിൽ ആദ്യ 50-ൽ എത്തിയ മലയാളി താരം SL നാരായണനാണ്. SL നാരായണൻ. ഏഷ്യ പസഫിക്കിലെയും യൂറോപ്പിലെയും സർവകലാശാലകളുമായി അക്കാഡമിക് സഹകരണത്തിന് ഒരുങ്ങുന്ന സംസ്ഥാനമേതാണ്? അത് കേരളമാണ്. കേരളം. അപ്പോൾ ഏഷ്യ പസഫിക്കിലെയും യൂറോപ്പിലെയും സർവകലാശാലകളുമായി അക്കാഡമിക് സഹകരണത്തിന് ഒരുങ്ങുന്ന സംസ്ഥാനം കേരളമാണ്. 2023-ൽ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ദക്ഷിണാഫ്രിക്കൻ താരമാണ് ഡീൻ എൽഗർ. അപ്പോൾ ഡീൻ എൽഗർ എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കൻ താരമാണ്. മഹാകവി കുമാരനാശാൻ്റെ 100-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്ന സിനിമയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. അപ്പം മഹാകവി കുമാരനാശാൻ്റെ 100-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്ന സിനിമയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. ഇന്ത്യയിൽ എല്ലായിടത്തും സെക്കൻഡിൽ 48 GB വേഗത്തിൽ ഇൻ്റർനെറ്റ് ലഭ്യമാക്കുന്നതിനായി ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വികസിപ്പിച്ച ബ്രോഡ്ബാൻഡ് ആശയവിനിമയ ഉപഗ്രഹമാണ് GSAT-20. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇന്ത്യയിൽ എല്ലായിടത്തും സെക്കൻഡിൽ 48 GB വേഗത്തിൽ ഇൻ്റർനെറ്റ് ലഭ്യമാക്കുന്നതിനായി ഇന്ത്യയിൽ എല്ലായിടത്തുമാണ് 48 GB വേഗത്തിൽ ഇൻ്റർനെറ്റ് ലഭ്യമാക്കുന്നതിനായി ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വികസിപ്പിച്ച ബ്രോഡ്ബാൻഡ് ആശയവിനിമയ ഉപഗ്രഹമാണ് GSAT-20. GSAT-20നെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു GSAT-L2 എന്ന പേരിലും അറിയപ്പെടുന്നു. ഫാൽക്കൺ 9 റോക്കറ്റിലാണ് ഈ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചത്. അപ്പോൾ എന്താണ് ഈ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചത്? ഏത് റോക്കറ്റിലാണ്? ഫാൽക്കൺ 9. ഇലോൺ മസ്കിൻ്റെ കമ്പനിയാണ് സ്പേസ് എക്സ്. അദ്ദേഹത്തിൻ്റെ ആ സ്പേസ് എക്സിൽ വരുന്ന ഒരു റോക്കറ്റാണ് ഏത്? ഫാൽക്കൺ 9. അപ്പോൾ ഈ ഫാൽക്കൺ 9 റോക്കറ്റിലാണ് നമ്മുടെ ഈ ഉപഗ്രഹം GSAT-20 എന്ന് പറയുന്ന ഈ ഉപഗ്രഹം വിക്ഷേപിച്ചത്. രാജ്യത്ത് ആദ്യമായി 525 രൂപയുടെ നാണയം പുറത്തിറക്കിയത് ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ്? മീരാഭായി. രാജ്യത്ത് 525 രൂപയുടെ നാണയം പുറത്തിറക്കിയത് ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ്? മീരാഭായി. ബഹിരാകാശത്ത് ഫ്യുവൽ സെൽ സാങ്കേതിക വിദ്യയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന എത്രാമത് രാജ്യമാണ് ഇന്ത്യ? ബഹിരാകാശത്ത് ഫ്യുവൽ സെൽ സാങ്കേതിക വിദ്യയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന എത്രാമത് രാജ്യമാണ് ഇന്ത്യ? രണ്ടാമത്തെ രാജ്യമാണ്. 2024 ജനുവരി 1-ന് വിക്ഷേപിച്ച PSLV C-58 നടത്തിയ ഹ്രസ്വ പരീക്ഷണത്തിലാണ് 180 വാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ISRO ചരിത്രം സൃഷ്ടിച്ചത്. ഇപ്പോൾ 2024 ജനുവരി 1-ന് വിക്ഷേപിച്ച PSLV C-58 നടത്തിയ ഹ്രസ്വ പരീക്ഷണത്തിലാണ് 180 വാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ISRO ചരിത്രം സൃഷ്ടിച്ചത്. അപ്പോൾ ബഹിരാകാശത്ത് ഫ്യുവൽ സെൽ സാങ്കേതിക വിദ്യയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന എത്രാമത് രാജ്യമാണ് ഇന്ത്യ? രണ്ടാമത്തെ രാജ്യമാണ്. ആൻറ്റിബയോട്ടിക് മരുന്നുകളുടെ ദുരുപയോഗം തടയാൻ സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത്. ആൻറ്റിബയോട്ടിക് മരുന്നുകളുടെ ദുരുപയോഗം തടയാൻ സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത്. ഈയിടെ അന്തരിച്ചതും തകഴിയുടെ ചെമ്മീൻ ജാപ്പനീസിലേക്ക് പരിഭാഷപ്പെടുത്തിയതുമായ വ്യക്തിയാണ് തക്കാക്കോ മുല്ലൂർ. അപ്പോൾ ഈയിടെ അന്തരിച്ചതും തകഴിയുടെ ചെമ്മീൻ ജാപ്പനീസിലേക്ക് പരിഭാഷപ്പെടുത്തിയതുമായ വ്യക്തിയാണ് തക്കാക്കോ മുല്ലൂർ. വിദ്യാർത്ഥികളിൽ നേതൃഗുണം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ പദ്ധതിയാണ് പ്രേരണ. വിദ്യാർത്ഥികളിൽ നേതൃഗുണം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെയാണ് പദ്ധതിയാണ് പ്രേരണ. 2024-ൽ അന്തരിച്ച ബ്രസീലിൻ്റെ ഇതിഹാസ ഫുട്ബോൾ താരമാണ് മരിയോ സഗാലോ. അപ്പോൾ 2024-ൽ അന്തരിച്ച ബ്രസീലിൻ്റെ ഇതിഹാസ ഫുട്ബോൾ താരമാണ് മരിയോ സഗാലോ.
അപ്പോൾ ഇദ്ദേഹം ടീമിലും കളിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ റെക്കോർഡ് അതാണ്. ടീമിൽ ഒരു പ്ലെയറായിട്ട് കളിച്ച് 2 വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട്. ഇദ്ദേഹം ആ ബ്രസീൽ ടീമിനെ തന്നെ, മെയിൻ ടീമിനെ തന്നെ പരിശീലകനായിട്ട് നിന്നും ഒരു വേൾഡ് കപ്പ് ജയിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു റെക്കോർഡുണ്ട്. അതുകൊണ്ടാണ് ബ്രസീലിൻ്റെ ഇതിഹാസ ഫുട്ബോൾ താരമാണ് മരിയോ സഗാലോ. ഇദ്ദേഹം 2024 അന്തരിച്ചു. അഖിലേന്ത്യാ അന്തർ സർവകലാശാല പുരുഷ വിഭാഗം അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് കാലിക്കറ്റ് സർവകലാശാലയാണ്. ഇപ്പോൾ ഓൾ ഇന്ത്യ ലെവലിലാണ്. ഓൾ ഇന്ത്യ ലെവലിലെ അന്തർ സർവകലാശാല പുരുഷ വിഭാഗം അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് കാലിക്കറ്റ് സർവകലാശാലയാണ്. പാസ്പോർട്ട് പവർ ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യം UAE ആണ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഇതിൽ പാസ്പോർട്ട് പവർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 68ാമത്തേതാണ്. 68ാമത്തെ സ്ഥാനം. 1ാം സ്ഥാനം UAE ആണ്. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയൻകീഴാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഒരു സ്ഥലമാണ് മലയൻകീഴ്. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏതാണ്? മലയൻകീഴാണ്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 16ാമത് ബഷീർ പുരസ്കാര ജേതാവ് സന്തോഷ് കുമാർ ആണ്. റിപ്പീറ്റ് ചെയ്യാം. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 16ാമത് ബഷീർ പുരസ്കാര ജേതാവ് സന്തോഷ് കുമാർ ആണ്. സന്തോഷ് കുമാർ. ഇദ്ദേഹത്തിൻ്റെ നാരകങ്ങളുടെ ഉപമ എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ അവാർഡ് നേടിക്കൊടുത്ത അദ്ദേഹത്തിൻ്റെ ഏതാണ്? നാരകങ്ങളുടെ ഉപമ. നാരകങ്ങളുടെ ഉപമ. അപ്പോൾ ഈ ഒരു ചെറുകഥാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 16ാമത് ബഷീർ പുരസ്കാര ജേതാവ് സന്തോഷ് കുമാർ ആണ്. സന്തോഷ് കുമാർ. 2024 ഹരിവരാസനം പുരസ്കാര ജേതാവ് PK വീരമണിദാസനാണ്. 2024 ഹരിവരാസനം പുരസ്കാര ജേതാവ് PK വീരമണിദാസൻ. T20 ക്രിക്കറ്റിൽ 100 വിക്കറ്റും 1000 റൺസും നേടുന്ന ആദ്യ ഇന്ത്യൻ താരം. ആദ്യ ഇന്ത്യൻ താരമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലാണെന്നോ പെണ്ണെന്നോ അല്ല പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ഇന്ത്യൻ താരം എന്നാണ്. T20 ക്രിക്കറ്റിൽ 100 വിക്കറ്റും അതേപോലെ തന്നെ 1000 റൺസും നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ദീപ്തി ശർമ്മ. ട്രാവൽ ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോമായ ട്രിപ്പ് അഡ്വൈസർ 2024 ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരത്തിൽ ലോകത്തിലെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ട്രാവൽ ബുക്കിംഗ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോമായ ട്രിപ്പ് അഡ്വൈസർ അവരുടെ 2024 ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരത്തിൽ ലോകത്തിലെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദുബായ് ആണ്. ദുബായ്. ഓക്കെ. ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആളില്ലാ നിരീക്ഷണ വിമാനമാണ് ദൃഷ്ടി 10 സ്റ്റാർലൈനർ. ഇപ്പോൾ ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആളില്ലാ നിരീക്ഷണ വിമാനം ആണ് ദൃഷ്ടി 10 സ്റ്റാർലൈനർ. 2024 സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ച തീയതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2024 ഫെബ്രുവരി 5-നാണ്. ഫെബ്രുവരി 5-ന്. അപ്പോൾ 2024 നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാന ബഡ്ജറ്റ് അവതരിപ്പിച്ച തീയതി 2024 ഫെബ്രുവരി മാസം 5-നാണ്. ചലച്ചിത്ര താരമായ ഇന്ദ്രൻസിൻ്റെ ആത്മകഥ ഇന്ദ്രധനുസ് എന്നാണ്. ഇന്ദ്രധനുസ്. 2023 ഓടക്കുഴൽ അവാർഡ് നേടിയത് PN ഗോപികൃഷ്ണനാണ്. 2023 ഓടക്കുഴൽ അവാർഡ് നേടിയത് PN ഗോപികൃഷ്ണനാണ്. ഗോപികൃഷ്ണൻ. കവിത മാംസഭോജിയാണ് എന്ന കാവ്യ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 2023 ഓടക്കുഴൽ അവാർഡ് ജേതാവാണ് PN ഗോപികൃഷ്ണൻ. 2021 സ്വാതി സംഗീത പുരസ്കാര ജേതാവ് PR കുമാര കേരളവർമ്മയാണ്. 2021 സ്വാതി സംഗീത പുരസ്കാര ജേതാവ് PR കുമാര കേരളവർമ്മയാണ്. PR കുമാര കേരളവർമ്മ. ഇദ്ദേഹം ഒരു കർണാടക സംഗീതജ്ഞനാണ്. 2023 സ്വച്ഛ് സർവേക്ഷൺ ക്ലീൻ സിറ്റി പുരസ്കാരങ്ങളിൽ രാജ്യത്തെ വൃത്തിയുള്ള നഗരങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇൻഡോറും സൂററ്റുമാണ്. 2023 സ്വച്ഛ് സർവേക്ഷൺ ക്ലീൻ സിറ്റി പുരസ്കാരങ്ങളിൽ രാജ്യത്തെ വൃത്തിയുള്ള നഗരങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടത്
ക്ലീനസ്റ്റ് സിറ്റി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് 2 ഉണ്ട്. ഇൻഡോറും സൂററ്റുമാണ്. ഇൻഡോറും സൂററ്റും. കേരളത്തിൽ ഇതിലെ സ്ഥാനം 22ാമതാണ്. ഏഷ്യൻ കപ്പിൽ മത്സരം നിയന്ത്രിക്കുന്ന ആദ്യ വനിതാ റഫറിയാണ് യോഷിമി യമാഷിറ്റ. ജപ്പാൻകാരിയാണ്. അപ്പം അടുത്ത ദേശീയ മുക്സാൻ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ ആശുപത്രി. ദേശീയ മുക്സാൻ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നത്. എന്താണ് ഈ മുക്സാൻ സർട്ടിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്കാണ് മുക്സാൻ സർട്ടിഫിക്കേഷൻ നൽകുന്നത്. ഒന്നുകൂടെ പറയാം. മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്കാണ് മുക്സാൻ സർട്ടിഫിക്കേഷൻ നൽകുന്നത്. അങ്ങനത്തെ ദേശീയ മുക്സാൻ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ ആശുപത്രിയാണ്, നമ്മുടെ കേരള സംസ്ഥാനത്തെ ആദ്യത്തെ ആശുപത്രിയാണ് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്. കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്. സർക്കാർ മേഖലയിൽ ആദ്യമായി റോബോട്ടിക് സർജറി പ്രവർത്തനം ആരംഭിക്കുന്നത് തിരുവനന്തപുരം RCCയിലാണ്. സർക്കാർ മേഖലയിൽ ആദ്യമായി റോബോട്ടിക് സർജറി പ്രവർത്തനം ആരംഭിക്കുന്നത് തിരുവനന്തപുരം RCCയിലാണ്. റോബോട്ടിക് സർജറി തിരുവനന്തപുരം RCC. രാജ്യാന്തര T20 ക്രിക്കറ്റിൽ 150 വിക്കറ്റുകൾ തികയ്ക്കുന്ന ആദ്യ താരം. ഇന്റർനാഷണൽ കാര്യമാണ് പറയുന്നത്. ഇന്റർനാഷണൽ T20 ക്രിക്കറ്റിൽ 150 വിക്കറ്റുകൾ തികയ്ക്കുന്ന ആദ്യത്തെ താരമാണ് ടിം സൗത്തി ന്യൂസിലാൻഡുകാരനാണ്. 2024 അന്തരിച്ച ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയാണ് പ്രഭ ആത്രെ. 2024 അന്തരിച്ച ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയാണ് പ്രഭ ആത്രെ. CISFന്റെ ഡയറക്ടർ ജനറൽ ആകുന്ന ആദ്യ വനിതയാണ് നീന സിംഗ്. അപ്പോൾ CISFന്റെ ഡയറക്ടർ ജനറൽ ആകുന്ന ആദ്യത്തെ വനിതയാണ് നീന സിംഗ്. CISF ആണ് നമ്മുടെ ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ സെക്യൂരിറ്റി ചുമതലയെല്ലാം ഏറ്റെടുത്തിരിക്കുന്ന ആരാണ്? CISF ആണ്. ആ CISFന്റെ ഡയറക്ടർ ജനറൽ ആവുന്ന ആദ്യത്തെ വനിതയാണ് നീന സിംഗ്. അപൂർവ ജനിതക രോഗ ചികിത്സയ്ക്കായി സംസ്ഥാനത്ത് ആദ്യമായി മെഡിക്കൽ ജനറ്റിക് വിഭാഗം ആരംഭിക്കുന്ന ആശുപത്രിയാണ് SAT ഹോസ്പിറ്റൽ. ശ്രീ അവിട്ടം തിരുനാൾ ഹോസ്പിറ്റൽ, തിരുവനന്തപുരം. അപൂർവമായിട്ടുള്ള ജനിതക രോഗങ്ങൾ ചികിത്സിക്കാനായി സംസ്ഥാനത്ത് ആദ്യമായി മെഡിക്കൽ ജനറ്റിക് വിഭാഗം ആരംഭിക്കുന്ന ആശുപത്രി SAT ഹോസ്പിറ്റലാണ്, തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും മികച്ച കർഷക പ്രതിഭയ്ക്കുള്ള കർഷകശ്രീ 2024 പുരസ്കാരത്തിന് അർഹനായത് PB അനീഷാണ്. PB അനീഷ്. കേരളത്തിലെ ഏറ്റവും മികച്ച കർഷക പ്രതിഭയ്ക്കുള്ള കർഷകശ്രീ 2024 പുരസ്കാരത്തിന് അർഹനായത് PB അനീഷാണ്. PB അനീഷ്. ദുബായിൽ നടന്ന COP28 പങ്കെടുത്ത ഏക ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് സാറ ബയോടെക് ആണ്. അപ്പം COP28 നടന്നത് എവിടെ വെച്ചിട്ടായിരുന്നു? ദുബായിൽ വെച്ചിട്ടാണ്. ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത ഏക ഇന്ത്യൻ സ്റ്റാർട്ടപ്പാണ് സാറ ബയോടെക്. 2023 ഡിസംബറിൽ കമ്മീഷൻ ചെയ്യുന്ന ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പലാണ് INS ഇൻഫാൽ. അപ്പം 2023 ഡിസംബറിൽ കമ്മീഷൻ ചെയ്യുന്ന ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പലാണ് INS ഇൻഫാൽ. സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ ആദ്യ OTT പ്ലാറ്റ്ഫോം. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള നമ്മുടെ രാജ്യത്തെ തന്നെ ആദ്യത്തെ OTT പ്ലാറ്റ്ഫോമാണ് സി സ്പേസ്. സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ 10 രൂപയ്ക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം. അപ്പോൾ സുജലം പദ്ധതി എന്താണ്? സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ 10 രൂപയ്ക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം പദ്ധതി. ലോകത്തിലെ ഏറ്റവും മനോഹരമായ വിമാനത്താവളത്തിനുള്ള യുനെസ്കോയുടെ പുരസ്കാരം ലഭിച്ചത് കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണ യുനെസ്കോ പുരസ്കാരം നേടിയ നമ്മുടെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ വിമാനത്താവളം ഏതെന്നാണ് ചോദ്യം. അത് കെമ്പഗൌഡയാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ വിമാനത്താവളത്തിനുള്ള യുനെസ്കോയുടെ പുരസ്കാരം ലഭിച്ചത് കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ മലയാളി EV രാമകൃഷ്ണനാണ്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ മലയാളിയാണ് EV രാമകൃഷ്ണൻ. മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന പുസ്തകത്തിനാണ് അവാർഡ് ലഭിച്ചത്. അപ്പോൾ 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം
ഇതിന് അർഹനായ മലയാളി EB രാമകൃഷ്ണനാണ്. മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന പുസ്തകത്തിനാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിച്ചത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ചെയർമാനായി നിയമിതനാകുന്നത് പ്രമോദ് അഗർവാൾ ആണ്. പ്രമോദ് അഗർവാൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പുതിയ ചെയർമാനാണ് പ്രമോദ് അഗർവാൾ. പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗത്തിൽ നിന്നും വിമുക്തനാക്കുന്നതിനായി അക്ഷയ ജ്യോതി എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന ജില്ല പാലക്കാടാണ്. പാലക്കാട് അട്ടപ്പാടി. പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളെ ക്ഷയരോഗത്തിൽ നിന്നും വിമുക്തനാക്കുന്നതിനായി അക്ഷയ ജ്യോതി ആ പദ്ധതിയുടെ പേര് മറക്കരുത്. അക്ഷയ ജ്യോതി എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന ജില്ലയാണ് പാലക്കാട് അട്ടപ്പാടി. രാജ്യത്തെ ആദ്യ തീരക്കടൽ കാറ്റാടിപ്പാടം നിലവിൽ വരുന്നത് കന്യാകുമാരിയിലാണ്. രാജ്യത്തെ ആദ്യത്തെ തീരക്കടൽ കാറ്റാടിപ്പാടം നിലവിൽ വരുന്നത് കന്യാകുമാരിയിലാണ്. Recently in which tiger reserve wind turbine has been installed for power generation? അപ്പോൾ ഒരു വിൻഡ് ടർബൈൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വൈദ്യുതി ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് ഒരു വിൻഡ് ടർബൈൻ റീസെൻ്റായിട്ട് ഒരു ടൈഗർ റിസർവിൽ, കടുവ സംരക്ഷണ കേന്ദ്രത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് ഏതാണ് ടൈഗർ റിസർവ് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ പെരിയാറാണ്. അപ്പോൾ എന്തിനാണ് ഇവർ ഈ ഒരു ടൈഗർ റിസർവിനകത്ത് വിൻഡ് ടർബൈൻ പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്തത്? ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി ഫോർ റിയൽ ടൈം ക്യാമറാസ് ആൻഡ് വൈഫൈ കണക്ടിവിറ്റി വിത്തിൻ ദ ഫോറസ്റ്റ്. അപ്പോൾ ഈ ഫോറസ്റ്റിനകത്ത് ഇവരെന്താണ് ക്യാമറ, CCTV പോലത്തെ ക്യാമറ, അത് ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ആ ഫുട്ടേജ് നമുക്ക് ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ട് അത് വൈഫൈ ആയിട്ട് കണക്റ്റഡ് ആയിട്ട് വെച്ചിരിക്കുന്ന റിയൽ ടൈം ക്യാമറാസിന് അത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കാനാണ് ഈ ഒരു വിൻഡ് ടർബൈൻ പെരിയാർ ടൈഗർ റിസർവിൽ വെച്ചിരിക്കുന്നത്. ഹു ബിക്കം ദ ഫസ്റ്റ് ഇന്ത്യൻ ടു റീച്ച് ഒളിമ്പിക് റൗണ്ട് ഓഫ് 16 ഇൻ ടേബിൾ ടെന്നീസ്? ഇപ്പോൾ ടേബിൾ ടെന്നീസിൽ റൗണ്ട് ഓഫ് 16 എത്തുന്ന, ഒളിമ്പിക് ഗെയിംസിൽ ടേബിൾ ടെന്നീസിൽ റൗണ്ട് ഓഫ് 16 എത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ ആരാണ് എന്നാണ് ചോദ്യം. മനിക ബാത്രയാണ്. മനിക ബാത്ര. Who has been elected as the new chairman of Union Public Service Commission? അപ്പം പുതിയ ചെയർമാൻ ആരാണെന്നാണ് ചോദ്യം. UPSCയുടെ പ്രീതി സുധൻ. ഓക്കെ. അപ്പം ഹു ഹാസ് ബീൻ ഇലക്റ്റഡ് ആസ് ദ ന്യൂ ചെയർമാൻ ഓഫ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രീതി സുധനാണ്. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ 150 മത്സരങ്ങൾ കളിച്ച ആദ്യ പുരുഷ താരമാണ് രോഹിത് ശർമ്മ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റർനാഷണൽ T20 ക്രിക്കറ്റിലാണ് 150 T20 മത്സരങ്ങൾ കളിച്ച ആദ്യ പുരുഷ താരമാണ് രോഹിത് ശർമ്മ. 2024 നടക്കുന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന് വേദിയാകുന്ന നഗരം തിരുവനന്തപുരമാണ്. 2024 നടക്കുന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന് വേദിയാകുന്ന നഗരം തിരുവനന്തപുരമാണ്. ജമ്മു കാശ്മീരിലെ രജൗരിയിലും പൂഞ്ച് എന്ന് പറയുന്ന ആ സ്ഥലത്തും ഭീകരാക്രമണങ്ങൾ വളരെയധികം ഉയർന്നു വരുന്ന സാഹചര്യമാണ് കാണുന്നത്. അപ്പോൾ അതിനെതിരായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സർവശക്തി. ലോകത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് വൈദ്യുതി പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ലോകത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് വൈദ്യുതി പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്തിലാണ്. ആദ്യ സോളാർ വിൻഡ് വൈദ്യുതി പദ്ധതിയാണ്. ഇന്ത്യൻ കരസേന തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോൺ പ്രതിരോധ സംവിധാനമാണ് ഗംഗ. ഇന്ത്യൻ കരസേന തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോൺ പ്രതിരോധ സംവിധാനമാണ് ഗംഗ. ഏത് പ്രശസ്ത മലയാള കവിയുടെ 100ാം ചരമവാർഷികമാണ് 2024 ആചരിക്കുന്നത്? ഏത് പ്രശസ്ത മലയാള കവിയുടെ 100ാം ചരമവാർഷികമാണ് 2024 ആചരിക്കുന്നത്? കുമാരനാശാൻ്റേതാണ്. ഓക്കെ, 100ാം ചരമവാർഷികമാണ്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. താങ്ക് യു.